2023 ലോക ജൈവവൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ, ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി. 2024 ലോക ജൈവവൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബി പാർട്ട് ഓഫ് ദി പ്ലാൻ. ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? വാൾട്ടർ ജി റോസൻ. ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നതെന്ന്? ജൂലൈ 28. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വർഷം? ഉത്തരം 1985. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലം ഏത്? ബംഗളൂരുവിലെ നല്ലൂർ പുളിമരം. നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി എന്ന പുസ്തകം എഴുതിയതാര്? ബിജീഷ് ബാലകൃഷ്ണൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത്? ബോർ ടൈഗർ റിസർവ്, മഹാരാഷ്ട്ര. ഏത് വർഷമാണ് റിയോ ഭൗമ ഉച്ചകോടിയിൽ ജൈവവൈവിധ്യ കൺവെൻഷൻ നടന്നത്? 1992. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം? ഉത്തരം ഹെമിസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏത്? ഗൾഫ് ഓഫ് കച്ച് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവൈവിധ്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കേരളം. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം മലപ്പുറം. ഐക്യരാഷ്ട്രസഭ ജൈവവൈവിധ്യ വർഷമായി ആചരിച്ചതെന്ന്? 2010. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഉത്തരം നോർമൻ മിയേഴ്സ്. ജൈവവൈവിധ്യ നിയമം നിലവിൽ വന്നതെന്ന്? ഉത്തരം 2002. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏത്? 2007. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം തണ്ണീർത്തടങ്ങൾ. സസ്യശാസ്ത്രജ്ഞന്റെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം സിക്കിം. ദി എൻഡ് ഓഫ് നേച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ബിൽ മക്കീബൻ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. നോർത്ത് ഈസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഭുവനേശ്വർ. സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നതെന്ന്? 2008. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം തൂതപ്പുഴ. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്? വയനാട് ജില്ലയിലെ എടവക. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? ഉത്തരം വരയാട്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? പള്ളിമുക്ക്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്.
ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഉത്തരം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. വനഭൂമി ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. സംസ്ഥാനത്തെ ആദ്യ ജൈവ പൈതൃക കേന്ദ്രം ഏത്? ഉത്തരം ആശ്രാമം കണ്ടൽവനം. റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടന ഏത്? ഉത്തരം IUCN. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. ബയോഡൈവേഴ്സിറ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം റോം. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയായി കരുതപ്പെടുന്ന നദി ഏത്? ഉത്തരം കുന്തിപ്പുഴ. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം നീലഗിരി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്? ഉത്തരം സുന്ദർബൻ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഉത്തരം ആനമുടി. കേരളത്തിൽ ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ല ഏത്? ഇടുക്കി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം കുന്തിപ്പുഴ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ? ആമസോൺ മഴക്കാടുകൾ. കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 22.